രഞ്ജിനി ഹരിദാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രഞ്ജിനി, താങ്കളെ പോലെയുള്ളവർ നേരിട്ട് ഈ സമരപ്പന്തലെത്തി ഐക്യദാർഢ്യം അറിയിച്ച വ്യക്തിയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുമ്പോൾ എന്താണ് പ്രതികരിക്കാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്കിവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു ഷൂട്ടിനിടയിലാണ്. നമ്മൾ ഭാരതീയ ജനതയുടെ ഒരു ശക്തി ആ കുട്ടികൾ കാണിച്ചു കൊടുത്തു എല്ലാവരെയും. നമ്മൾക്കൊക്കെ ഹോപ്പൊക്കെ പോയ ഒരു സമയത്താണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നാഷണൽ ലെവലിൽ CJP നടത്തുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സഹികെട്ട യുവതലമുറ എല്ലാവരും അവിടെ ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവരുടെ ഈ സൈലന്റ് അല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താനുള്ള എല്ലാ അടവും ഈ ഗവൺമെന്റ് നടത്തിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇവർ ഒരു കുഴപ്പവും ചെയ്യാതെ സമാധാനത്തോടെ നടന്ന ഒരു പ്രൊട്ടസ്റ്റിനെ വയലന്റ് ആക്കി, ബ്രൂട്ടാലിറ്റി ഇത്രയും മോശമായി ചെയ്തിട്ടും ഇവരുടെ ആ ഒരു ബ്രേവറി, ഇവരുടെ നട്ടെല്ലാം ഒടിച്ചില്ല, വളഞ്ഞില്ല, ഇവരുടെ സ്പിരിറ്റ് മരിച്ചില്ല. അവരവിടെ പോരാടി വീണ്ടും തിരിച്ചു വന്ന ആ നിലപാടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മാറൂ, ഈ പ്രൊട്ടസ്റ്റ് കഴിയൂ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ സ്റ്റുഡൻസിനെ നമ്മൾ നമിച്ചേ പറ്റൂ. ബിക്കോസ് അവർ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഒരു ഹോപ്പാണ്. വീണ്ടും ഡെമോക്രസി, ജനാധിപത്യത്തിൽ ഒരു വിശ്വാസം തിരിച്ചു വരുത്താൻ വേണ്ടിയുള്ള ആ ഒരു തുടക്കം അവര് ഇട്ടു തന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, വളരെ ആരഗൻസ് ആയിരുന്നു ഇവരുടെ ധാർഷ്ട്യത്തോടെയാണ് നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ കുറച്ച് നാള് ആൾക്കാർ എന്ത് ചോദിച്ചാലും റിയാക്ട് ചെയ്തിരുന്നത്. പിടിച്ച് അറസ്റ്റ് ചെയ്യും, അകത്തിടും, ഇതാണ് മറ്റതാണ്. പക്ഷെ ഈ കൊച്ചുങ്ങളെ ചോദിച്ച കാര്യം വളരെ സ്ട്രേറ്റ് ആയിട്ടൊരു കാര്യമായിരുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷനിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം വേണം. ഒരു സംവാദത്തിന് വരാൻ റെഡി ആവാതെ അടിച്ചമർത്താനാണ് അവർ നോക്കിയത് ഇവരുടെ വോയിസ്. ആൻഡ് അതൊരിക്കലും ഒരു ജനാധിപത്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചില്ല ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. യു ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദീസ് അമേസിംഗ് സ്റ്റുഡൻസ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ സ്റ്റുഡൻസ് ഇനി എല്ലാവരും എത്ര ആൾക്കാർ ചെയ്തെന്ന് എനിക്കറിയില്ല. ദേ ഹാവ് ടു വോട്ട് ചെയ്ത് ഇനി മുതൽ അവരുടെ ആ ഒരു റൈറ്റ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം നമ്മൾ ആ സ്ഥാനത്ത് ഇരുത്താൻ. എന്നാൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോയി. രഞ്ജിനി, ഒരു കാര്യം കൂടി, ഈ രഞ്ജിനി അവിടെ ജന്തർ മന്ദിറിലേക്ക് എത്തിയതിനു ശേഷം സൈബർ ബുള്ളിങ് ഒരുപാട് ഉണ്ടായിരുന്നു പല കേന്ദ്രങ്ങളിൽ നിന്നും പല കോണുകളിൽ. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ്. രഞ്ജിനിക്ക് സൈബർ ബുള്ളിങ് ഇന്നും ഇന്നലെ തുടങ്ങിയതാണല്ലോ. കഴിഞ്ഞ 25 വർഷമായിട്ട് അതൊക്കെ തന്നെയാണ്. സമരത്തിന് പിന്തുണ കൊടുത്ത എല്ലാവരെയും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സത്യത്തിന്റെ സ്ഥലത്താണ്. നമുക്കൊരു സത്യം ഉണ്ടല്ലോ, നമ്മുടെ സത്യത്തിന് കൂടെ നമ്മൾ നിന്നാൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളെ അത് തുറത്തു വരില്ല. അപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ സത്യത്തിൽ. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, സത്യം പറയട്ടെ. അത് അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്യുന്നില്ല.